ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് ആലപ്പുഴ ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ. ആയുർവേദവുമായി ബന്ധപ്പെട്ട താളിയോല ഗ്രന്ഥങ്ങളുള്ള അറിവുകൾ ഡിജിറ്റലായി സൂക്ഷിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ലോകത്തിലെ ഏത് മേഖലയിലെയും വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും താളിയോലകൾ പഠന വിഷയമാക്കാൻ അവസരമൊരുക്കുമെന്നും അവർ പറഞ്ഞു. തകഴി ഗ്രാമപഞ്ചായത്ത് സർക്കാർ ആയുർവേദ ഡിസ്പെൻസറി, ഹെൽത്ത് വെൽനസ് സെന്റർ എന്നിവ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. യോഗത്തിൽ തോമസ് കെ തോമസ് MLA അധ്യക്ഷത വഹിച്ചു. കൊടിക്കുന്നിൽ സുരേഷ് MP, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മുൻ തെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് ശതമാനം കുറഞ്ഞ ബൂത്തുകളിൽ പ്രത്യേക ശ്രദ്ധ നൽകണമെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗൾ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പരമാവധി പേരെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാക്കാൻ നടപടിയെടുക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആലപ്പുഴ ജില്ലയിലെ ലോക്സഭാ മണ്ഡലങ്ങളായ ആലപ്പുഴ, മാവേലിക്കര എന്നിവിടങ്ങളിലെ ബൂത്തുകളിലും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്രമീകരണങ്ങൾ വിലയിരുത്താൻ ആലപ്പുഴ കളക്ടറേറ്റിൽ എത്തിയതായിരുന്നു അദ്ദേഹം. യോഗത്തിൽ ആലപ്പുഴ കളക്ടർ ജോൺ വി സാമുവൽ, ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ, ADM S സന്തോഷ് കുമാർ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ GS രാധേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ദി ആലപ്പി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് കാർഡ് ബാങ്കിന്റെ പ്രസിഡന്റായി CPM ജില്ലാ കമ്മിറ്റി അംഗവും CITU ജില്ലാ വൈസ് പ്രസിഡന്റുമായ KR ഭഗീരഥനെ തെരഞ്ഞെടുത്തു. CPI നേതാവ് P സുരേന്ദ്രനാണ് വൈസ് പ്രസിഡന്റ്. S വാഹിദ്, VN ജയകുമാർ, ധ്യാനസുധരൻ, K സോമനാഥപിള്ള, PK ബൈജു, PS രാജേശ്വരി, KS സുപ്രിയ, സോഫിയ അഗസ്റ്റിൻ, മീനമ്മ എന്നിവരാണ് മറ്റു ഭരണസമിതി അംഗങ്ങൾ. LDF പാനലിന് എതിരുണ്ടായിരുന്നില്ല. പാണാവള്ളി 48 മഹാദേവ ക്ഷേത്രത്തിൽ 13 ദിവസം നീണ്ടുനിൽക്കുന്ന കഥകളി ഉത്സവത്തിന് തുടക്കമായി. ക്ഷേത്രത്തിലെ 12 കളഭം തന്ത്രി പുലിയന്നൂർ ശ്രീജിത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്തിൽ നടന്നു. ക്ഷേത്രത്തിലെ ഉത്സവം 13 കൊടിയേറി 20 ആറാട്ടോടെ സമാപിക്കും. പത്രപ്രവർത്തക പെൻഷൻ വർദ്ധിപ്പിക്കണമെന്ന് സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ ആലപ്പുഴ ജില്ലാ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് JR പറത്തറ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കളർകോട് ഹരികുമാർ അധ്യക്ഷത വഹിച്ചു. P ജയനാഥ് സംസാരിച്ചു. കളർകോട് ഹരികുമാറിനെ പ്രസിഡന്റായും, A ഷൗക്കത്തിനെ സെക്രട്ടറിയായും, VS സുരേഷ് ബാബുവിനെ ജോയിന്റ് സെക്രട്ടറിയായും, JR പറത്തറ, K ജയപ്രകാശ് എന്നിവരെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായും തെരഞ്ഞെടുത്തു. ചെറുകിട കേബിൾ TV ബ്രോഡ്ബാൻഡ് സംരംഭങ്ങൾക്കെതിരായി KSEB നിലപാട് സ്വീകരിക്കുന്നുവെന്ന് ആരോപിച്ച് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴയിൽ KSEB ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തി. ചേർത്തലയിൽ നടന്ന മാർച്ച് ജില്ലാ പ്രസിഡന്റ് G സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് J വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി P മധു, അജിത് ദാസ് മണിബൻ, PS സിബി, TM ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ തൊഴിൽ മേഖലകളിലും സ്ത്രീകൾ ചരിത്രപരമായ മുന്നേറ്റം നടത്തുകയാണെന്ന് മുൻമന്ത്രി G സുധാകരൻ പറഞ്ഞു. ആധാരമെഴുത്ത് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PT ജോൺ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി A അൻസാർ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ കൗൺസിലർ S രാജേഷ്, അസോസിയേഷൻ ജില്ലാ ഭാരവാഹികളായ സോണി അഗസ്റ്റിൻ, S ജയശ്രീ, S സുലേഖ, A രശ്മി, R ശ്രീനിവാസൻ, R രാജേശ്വരി തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാത 66 വികസനവുമായി ബന്ധപ്പെട്ട് കായംകുളം, അമ്പലപ്പുഴ മണ്ഡലങ്ങളിലെ പ്രശ്നങ്ങൾ സർക്കാർ തലത്തിൽ ഉന്നത വിദഗ്ധ സമിതി പരിശോധിച്ച് തീരുമാനമെടുക്കാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി. AM ആരിഫ് MPയുടെ നിർദ്ദേശപ്രകാരം കളക്ടർ ജോൺ വി സാമുവലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അടിയന്തര യോഗത്തിൽ MLAമാരായ H സലാമും പ്രതിഭാ ഹരിയും പങ്കെടുത്തു. കായംകുളത്ത് ഫ്ലൈഓവർ നിർമ്മിക്കണം, തോട്ടപ്പള്ളിയിൽ ഹാർബർ വികസനം സാധ്യമാവുന്ന തരത്തിൽ പുതിയ പാലത്തിന്റെ രൂപരേഖയിൽ മാറ്റം വരുത്തണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.